കടുത്തുരുത്തി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാരിൽ പലരും കാക്കിയിടാറില്ല. കാര്യമന്വേഷിച്ചെത്തിയ കടുത്തുരുത്തി CI റനീഷിനോട് സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് ഡ്രൈവർമാർ മറുപടി നൽകി. സംഗതി സത്യമാണെന്ന് മനസ്സിലാക്കിയ CI 100ഓളം ഓട്ടോ ഡ്രൈവർമാരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. സമ്മാനമായി കാക്കിയും നൽകി. സമ്മാനത്തിനൊപ്പം പരസ്യശാസന നൽകാനും CI മറന്നില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് കാണുമ്പോൾ സത്യത്തിൽ പോലീസിൽ തന്നെ നമുക്ക് നന്നായിട്ട് ദേഷ്യം വരും. സ്നേഹം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടാണ് ഈ യോഗം തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്റ്റാൻഡിലുള്ള മുഴുവൻ ആളുകൾക്ക് യൂണിഫോം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തരും കാക്കി. എന്ന് മുതൽ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ യൂണിഫോം ഇല്ലാത്ത ഒരാളെ പോലെ സ്റ്റാൻഡിൽ കാണാൻ. ഇനി വരാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് കൂടി പറഞ്ഞേക്കാം. എന്തായാലും പുതിയ കാക്കി കിട്ടിയതിൽ ഓട്ടോ ഡ്രൈവർമാരും ഹാപ്പി. അങ്ങനെ വല്ലപ്പോഴൊക്കെ ഇടുമായിരുന്നു. പിന്നെ കുറെ പേര് ഇടുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാനും കുറെ പേരൊക്കെ ഇടും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ എല്ലാവരും അങ്ങനെ തീർത്തിടാറില്ലായിരുന്നു. പോളാട്ടനാട്ടാണ് വണ്ടിയുടെ പേര്. എൻ്റെ പേര് പോള്. ഈ സ്റ്റാൻഡിനെ സംബന്ധിച്ച് അടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചാൽ വളരെ ഡീസൻ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങളെല്ലാവരും. ഒരു കേസ് പോലുമില്ല ഓട്ടോറിക്ഷക്കാരെന്ന് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് വളരെ സ്നേഹലോഹിയായിട്ടാണ് ഈ സ്റ്റേഷനിലെ ഈ CI SIയും പോലീസുകാരൊക്കെ ഞങ്ങളോട് പെരുമാറുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിളിച്ചത് ഞങ്ങൾക്ക് SI CI ഞങ്ങൾക്ക് കാക്കി ഓരോന്ന് എല്ലാവരും ഇട്ടു. എന്നിട്ട് നിങ്ങൾ യൂണിഫോം തന്നെ ഇട്ട് ഓടിക്കോളാൻ പറഞ്ഞുകൊണ്ട് കാക്കി തന്ന് അതിന് നന്ദി. പെട്ടിയോട്ടം ഓടിക്കുമ്പോഴും പാസഞ്ചർ ഓടിക്കുമ്പോഴും ഞാൻ കാക്കി ഇട്ട് ഇറങ്ങുള്ളൂ. അതുകൊണ്ട് പിന്നെ CI വന്ന് പറഞ്ഞ് എല്ലാവരും കാക്കി ഇടണം, വേറെ നിങ്ങൾക്ക് ഒന്നും ഒരു പ്രശ്നമില്ല, അങ്ങനെ ഇങ്ങനെയാണ്. നല്ല സന്തോഷത്തിൽ ഞങ്ങളെ എല്ലാവർക്കും കാക്കിയൊക്കെ തന്ന്. ഞായറാഴ്ചകളിൽ യൂണിഫോം ഒഴിവാക്കി കൊടുക്കണമെന്ന ഡ്രൈവർമാരുടെ ആവശ്യവും CI അംഗീകരിച്ചു. ഞായറാഴ്ച ഒരു ദിവസം ഇടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അപൂർവം ഇടാത്തതെന്ന് വെച്ചാൽ സ്കൂൾ വണ്ടി ഓടിക്കാൻ പോണ ആൾക്കാരൊക്കെ കാരണം ഞങ്ങൾ ഇടാണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഇവിടെ വന്നു കഴിയുമ്പം പറയുമ്പോൾ ഞങ്ങൾ ഇടാറുണ്ട്. അങ്ങനെ ഞങ്ങളുമായിട്ട് നല്ല പൊരുത്തപ്പെട്ട് പോകുന്ന ആൾക്കാരാണ്. സ്റ്റേഷനിൽ ഇരിക്കണവരും ഞങ്ങളൊക്കെ ആയിട്ട്. ഇതുവരെ ഞങ്ങളൊരു അലുമിന വേളത്തിനൊന്നും പോയിട്ടില്ല. ഞങ്ങൾ 10-32 വർഷമായിട്ട് ഞങ്ങളിവിടെ വണ്ടി ഓടിക്കുന്നതാണ്. എന്തായാലും ചിങ്ങപ്പുലരിയിൽ സമ്മാനമായി കിട്ടിയ കാക്കിയുമിട്ട് ഓട്ടോ ഡ്രൈവർമാർ ഇനി കടുത്തുരുത്തി സ്റ്റാൻഡിലുണ്ടാകും. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. എന്തായാലും എല്ലാവരും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ കാക്കിയിടാറുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പോലീസുകാരും പറയുന്നുണ്ട് സ്നേഹം കൊണ്ടല്ല ദേഷ്യം കൊണ്ടാണ് ഇത് തരുന്നതെന്ന്. അപ്പോൾ ഇനി കാക്കിയൊക്കെ ഇട്ട് തന്നെ ഓടിക്കട്ടെ. ഷിനോജെ, ഇനി അവിടെ അങ്ങനെ അല്ലേ പോലീസുകാരെ അവർക്കൊരു ദേഷ്യം തോന്നുന്ന ഒരു അവസ്ഥ അവിടുത്തെ ഓട്ടോ ചേട്ടന്മാരുണ്ടാക്കില്ല അല്ലേ? ഈ കടുത്തുരുത്തി CI ആയി റനീഷ് ചാർജ് എടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ച മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ ഇവർ ഈ വാഹനത്തിലൊക്കെ പോലീസ് വാഹനത്തിലൊക്കെ ഇങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരെ ശ്രദ്ധിക്കും. അപ്പോൾ നിൽക്കുന്ന ഡ്രൈവർമാരിൽ ഭൂരിഭാഗവും ഈ സാധാ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയും, ഡ്രൈവർമാർ പറയും ഒന്നുകിൽ നനച്ച് കഴുകിയിട്ടിരിക്കുകയാണെന്ന് പറയും, അല്ലെങ്കിൽ ചിലർ പറയും സാറേ വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു എന്നൊക്കെ പറയും. എന്തായാലും ഇങ്ങനെ സ്ഥിരമായി ഇത്തരത്തിൽ മറുപടികൾ ഓട്ടോ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ സമയത്താണ് റനീഷ് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിച്ച് പോകുന്നത്. എന്തായാലും അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് സത്യം മനസ്സിലാകുന്നത്. ഈ ഭൂരിഭാഗം ആളുകൾക്കും ഇത്തരത്തിൽ കാക്കി വാങ്ങാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്, സാമ്പത്തിക ബാധ്യത തന്നെയാണ്. അങ്ങനെയാണ് എന്തായാലും ഈ ഡ്രൈവർമാർക്കെല്ലാം കാക്കി വസ്ത്രം വാങ്ങി നൽകാമെന്ന് CI തീരുമാനിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം CI ഈ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാൻഡിലുള്ള എല്ലാ ഓട്ടോ ഡ്രൈവർമാരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. എന്നാൽ ഈ വിളിപ്പിച്ച സമയത്ത് ഓട്ടോ ഡ്രൈവർമാരോട് എന്താണ് കാര്യമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ പലർക്കും ചില പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചാളുകൾ പോവാതിരുന്നു. എന്തായാലും അവിടെ സ്റ്റേഷനിലെത്തിയ എല്ലാ ആളുകൾക്കും CI ഈ കാക്കി വസ്ത്രം സമ്മാനമായി നൽകുന്നു. എന്നിട്ട് പറയുന്ന ഒരു വസ്ത്രം സമ്മാനം നൽകിയതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറയുന്നുണ്ട്, ഇനി സ്റ്റാൻഡിൽ കാക്കിയില്ലാതെ വണ്ടി ഓടാൻ പറ്റില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചും ഒരു ആവശ്യം അവർ പറയുന്നുണ്ട്, സാറേ ഒരു ദിവസം ഞങ്ങൾക്ക് കളർ വസ്ത്രം ധരിച്ച് വണ്ടി ഓടിക്കാൻ അനുവാദം നൽകണം. അങ്ങനെ അതും CI സമ്മതിക്കുന്നു. ഞായറാഴ്ചകളിൽ കടുത്തുരുത്തി സ്റ്റാൻഡിൽ കളർ വസ്ത്രം ധരിച്ച് വാഹനം ഓടാം. പക്ഷേ അതേ മറ്റുള്ള ദിവസങ്ങളിൽ കാക്കി വസ്ത്രം ധരിച്ച് തന്നെ ഓടണം. എന്തായാലും വസ്ത്രം കിട്ടിയപ്പോൾ ഡ്രൈവർമാർ ഹാപ്പിയാണ്. നമ്മളിന്ന് പ്രത്യേകിച്ച് ഈ ഡ്രൈവർമാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ട്, അതങ്ങനെ നിൽക്കട്ടെ. ഒരു ഭാഗത്ത് പക്ഷേ നിയമം അത് കൃത്യമായി പാലിക്കുക, അതിൻ്റെ ഒരു കർക്കശ സ്വഭാവത്തിൽ തന്നെയുള്ള പെരുമാറ്റവും പ്രതീക്ഷിക്കാം.